അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ചു റെഡിയായി പണിയെടുക്കാൻ പോകണം. നമ്മൾ ചക്കരവെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം ഗൈസ്. അതിൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ച് തുടങ്ങാം. ശബ്ദം അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ഓരോ ദിവസം എന്തൊക്കെ സംഭവിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിരാൻ പോകണം. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 10 മണി. അപ്പോൾ ഒത്തിരി സമയം തെറ്റാ പുതിയ ആഴ്ച വയ്ക്കാൻ കണ്ടേക്കാളും. അപ്പോൾ എന്താ പറയാ വന്നേ, അപ്പോൾ 10 മണി. നമ്മൾ 10 മണിക്കല്ല, നമ്മളൊരു 7:30 ആകുമ്പോൾ തന്നെ എണീറ്റ് 8 മണിയാകുമ്പോൾ റെഡിയായി നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിലാണ് നമ്മൾ പേട്ട. അവിടേക്ക് പോകാറുള്ളതാണ്. പക്ഷെ ഇപ്പം മഴയൊക്കെ ആയ കാരണം ഭയങ്കര തണുപ്പാണ്. നമുക്ക് എണീക്കാൻ കുറച്ച് മഴയുള്ള കാരണം നമുക്ക് പോകാതിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ 10 മണിയായി, എന്നാലും നമുക്ക് പോവാണ്. അപ്പോൾ ചായ കുടിച്ചില്ല, ചായ കുടിക്കണം. മുബാറക്ക് വിളിച്ചിട്ടുണ്ടാവും. ഓ വിളിച്ചോട്ടെ. രാവിലെ കുറച്ച് ഭക്തിയാവാം. ഇപ്പൊ നമുക്ക് മെല്ലെ സാവധാനം പോയാൽ മതി. പക്ഷെ നമുക്കിപ്പോ ഒരു കോള് വന്നു, ഒരു എമർജൻസി കോള് വന്ന് നമ്മൾ എടുക്കുന്ന സമയത്താകുമ്പോൾ സംഭവം ഒക്കെ ഒരു ഓപ്പോസിറ്റ് റൂട്ടിലേക്ക് നമുക്ക് കിടക്കുന്നത്. എങ്കിൽ പോലും ഒരു ആംബുലൻസിനുള്ള പരിഗണന പലരും തരാറില്ല നമുക്ക്. കാരണം ഇപ്പൊ ഒക്കെ ഇപ്പൊ നമ്മൾ നോർമൽ നമ്മൾ ചുമ്മാ പോവാണ്. ചുമ്മാ പോകുമ്പോൾ നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് ഇടയിലോട്ട് പോവാണ്. പക്ഷെ നമ്മളൊരു എമർജൻസി കോള് വന്നിട്ട് പോണ സിറ്റുവേഷൻ സമയത്ത് നമുക്ക് പലപ്പോഴും ആൾക്കാർ വണ്ടി ചവിട്ടി തരാറില്ല. നമ്മള് ചായ രാവിലെ കുടിക്കാറ് സൂര്യബി ഹോട്ടലിലാണ്. സൂര്യബി ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സിമ്പിൾ ഭക്ഷണം കഴിക്കാറ്. ഇവിടെ അല്ല, ഒരു ഹെലികോപ്റ്ററൊക്കെ ഇരിക്കുന്ന സംഭവം അപ്പുറത്ത് എവിടെയാ തിരിഞ്ഞു വരുമ്പോൾ. അപ്പൊ തിരിഞ്ഞു വരുമ്പോൾ അതായത് നമ്മളിപ്പോ അവിടേക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മൾ മുതലാളി വിളിച്ചു പറഞ്ഞു. ഇവിടെയാണോ അല്ല അപ്പുറത്ത് നമ്മൾ മുതലാളി വിളിച്ചു പറഞ്ഞു. അതായത് നമ്മുടെ എവിടെയാണ്, അതായത് ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ അതിനൊരു ഹോള് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ അല്ലേ, ജവഹർ ബാലഭവൻ തൃശ്ശൂർ. ഇവിടേക്ക് വണ്ടി കയറ്റാൻ പറ്റാൻ തോന്നുന്നില്ല. വണ്ടി ഇവിടെ കേറ്റില്ലോ കേറ്റില്ലേ. കയറ്റി കഴിഞ്ഞാൽ ഗൈസ് ആൾക്കാർ വിചാരിക്കും ചേച്ചി എടുത്തോ ആ ഗ്യാപ്പ് കൊടുത്ത് പോകാൻ പറ്റുമോ നോക്കും. ആംബുലൻസിന്റെ കേസ് എല്ലാവർക്കും പേടിക്കാം. തിരിച്ചു തൽക്കാലം കിടക്കട്ടെ. നമ്മളവിടെ ബുക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് വണ്ടി എടുത്ത് മാറ്റാം. റിവേഴ്സ് തന്നെ പോകേണ്ടി വരും.
അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങളിൽ കിടപ്പില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളപ്പോൾ നമ്മളെ അയോധ്യയുടെ പരിപാടിക്ക് ഹോള് ബുക്ക് പോയ സമയത്ത് നമുക്ക് കൂടുന്നു, വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ വെസ്റ്റ് കോട്ടിൽ നിന്ന് സണ്ണിലേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വേഗം വന്നു, ദിവസം എടുത്ത് ഇപ്പോൾ സൺ ഹോസ്റ്റലിലെത്തി. നവജോതിര വീട്ടിൽ അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. നശിപ്പിട്ട് ഭക്ഷണം കഴിക്കാറ്. കയറിക്കോളൂ. നമ്മുടെ പൈസ കിട്ടിയില്ലോ പോവാ. ഓക്കെ, ആദ്യത്തെ ദൗത്യം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കും. കാരണം അപ്പൊ ഇനിന്ന് പറയുമ്പോൾ നമ്മള് റെസ്റ്റോറൻറ്റ് ഓട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടി ഇടുന്നത് റൗണ്ടിൽ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. അപ്പൊ നമ്മളവിടെ പോയിട്ട് കിടക്കും. വേറെ വല്ല കൂടുതൽ വന്നാൽ പോവും, അവിടെ നോട്ടങ്ങൾ വന്നാൽ പോവും. നമുക്കിപ്പോൾ സമയമായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, പിന്നെ ഇരിക്കുക, ഓടുക, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പൊ നോക്കിയേ, കാണിച്ചോട്ടെ, MG റോഡിൽ കൂടെ നമ്മൾ പോയോണ്ടിരിക്കണത് നല്ല ബ്ലോക്കാ. അപ്പൊ ചിലവര് പറയണ കേട്ടിട്ടുണ്ട്, ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവന്മാര് വെറുതെ സൈറോട്ട് പോകുന്നൊക്കെ. നമ്മളൊരിക്കലും വെറുതെ സൈറോട്ട് ഞാൻ പോകാറില്ല. ഞാൻ നമ്മളെ വണ്ടികളോ എനിക്കറിയാത്ത വണ്ടികളൊന്നും പോകാറില്ല. എനിക്കറിയാതെ ഇപ്പൊ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടോന്നൊക്കെ നമുക്ക് എല്ലാരും കാര്യം പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ പറയുന്നു. പിന്നെ പേഷ്യനെ കൊണ്ടുപോ പോലും എമർജൻസി കേസുകള് അങ്ങനത്തെ പിന്നെ കേസുകൾക്ക് മാത്രമേ നമ്മള് സൈറോട്ട് പോകാറുള്ളൂ. അപ്പൊ ചിലവരൊക്കെ പറഞ്ഞ കേസാണ്, നിങ്ങൾ ഈ ബ്ലോക്ക് വേണം ഇടയ്ക്ക് സാറിട്ട് പോവാ, അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ വെറുതെ പൊന്നെ ഒരു ഹെൽമെറ്റ്. അപ്പോ പറഞ്ഞെന്ന് പറഞ്ഞല്ല, അതായത്
നമ്മളൊരു പേഷ്യന്റിന് ഒരു കോൾ വന്നു, ഒരു എമർജൻസി കോൾ വന്നു. അപ്പൊ നമുക്ക് സൈറടാതെ പോകാൻ പറ്റും. കാരണം വെച്ചാൽ എമർജൻസി കേസാണ്. അപ്പൊ നമുക്കത് എടുക്കാൻ പോകുമ്പോഴും സൈറട്ട് പോകും. പക്ഷെ നോക്കുന്നവർക്ക് കാണുന്നവർക്ക് അതിനകത്ത് പേഷ്യന്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയും വെറുതെ സൈറട്ട് പോയതാ പറയും. നമ്മൾ വെറുതെ എല്ലാ സൈറട്ട് പോണത് നമുക്കറിയാം. നമ്മൾ എല്ലാ സൈറട്ട് പോയത് നമ്മളെ പേഷ്യന്റ് എടുക്കാൻ പോയിട്ടാണ്. അതുപോലെ കൺട്രോൾ റൂമിൽ നിന്ന് കുറെ ആക്സിഡന്റ് കേസുകള്, പല കേസുകൾക്കും കൺട്രോൾ റൂമിൽ നിന്ന് നമ്മുടെ റൗണ്ടിൽ കിടക്കുന്ന വണ്ടിയായതുകൊണ്ട് തന്നെ കൺട്രോൾ റൂമിൽ നമുക്ക് ഒന്ന് വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ പേഷ്യന്റ് ഇല്ല, നമ്മൾ എടുക്കാൻ പോവാ. പക്ഷെ ഈ കാണുന്നവർക്ക് അറിയില്ല. കാണുന്നവർക്ക് വെറുതെ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ സൈറട്ട് പോവാണ്. ഈ വക തെറ്റിദ്ധാരണകളാണ് എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ നമുക്ക് മനസ്സിലാക്കുക, നമ്മൾ വെറുതെ കളിക്കാൻ കൊണ്ടുവരുന്ന വണ്ടിയല്ല അത്. നമ്മൾ നിങ്ങൾക്കൊക്കെ സേവനം ചെയ്യുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ പൈസ വാങ്ങുന്നില്ല. പൈസ വാങ്ങുന്നുണ്ട്. പൈസ എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് കേസ്, അതുപോലെ നമ്മളെ വിളിക്കുന്ന കേസ്, അങ്ങനത്തെ കേസുകൾക്ക് മാത്രമേ നമ്മൾ പൈസ വാങ്ങാനുള്ളൂ. ഷിഫ്റ്റിങ്, അതുപോലെ അങ്ങനത്തെ കേസുകൾക്ക് മാത്രം. നമ്മളെ ആക്സിഡന്റ് കേസ് കാര്യങ്ങളൊക്കെ നമ്മൾ സൗജന്യമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സേവനം നടത്തുന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നോക്കി മഴക്കായി കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞു കുളിച്ചിട്ടൊക്കെ ചിലപ്പോൾ ആക്സിഡന്റ് കേസും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പൊ നമ്മൾ അതിന്റെ റിസ്ക് എടുത്തിട്ടാണ്. അതേപോലെ ഉറക്കൊഴിച്ചിട്ട് നമ്മൾ 24 hours ഡ്യൂട്ടി ഉള്ളത്, ഉറക്കൊഴിച്ചിട്ട് അതുപോലെ നമ്മൾ അതിന്റേതായ ചിലപ്പോൾ ഭക്ഷണം പോലും കഴിച്ചിട്ട് ചില സമയത്തൊക്കെ. പിന്നെ നോക്കി രാവിലെ ഭക്ഷണം കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചത് 4 മണിക്കാണ് ഓട്ടം പോയിട്ട്. ഇതുപോലെയൊക്കെ നമ്മൾ സിറ്റുവേഷൻസ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ എന്താ പറയാ എഫേർട്ട് എടുത്തിട്ട് ചെയ്യണത് നമ്മുടെ നാടിന് നന്നാവാനും. അതേപോലെ നാട് എന്ന് വെച്ചാല് നമ്മള് ഈ ജോലിയോട് ഉദ്ദേശിക്കുന്ന സേവനം. ഞാനൊക്കെ അങ്ങനെയാണ്. അതായത് നമ്മൾ പൈസ പ്രതീക്ഷിച്ചല്ലേ ജോലിക്കുന്നത്. നമ്മളൊക്കെ ഒരു എന്താ പറയാ സേവന ലെവല്. എന്നോട് വരാൻ പറഞ്ഞ ആംബുലൻസ് കട അപ്പൊ കാണിച്ചോട്ടെ, കൈ കട്ടി വരാൻ പറയുന്നുണ്ട് അവര്. ഇതില് പേഷ്യന്റ് ഇല്ല, പക്ഷെ ചിലവര് കണ്ട ഭയങ്കര സഹകരണം. അപ്പൊ ബസ്സിന് ആൾക്കാര് ചേട്ടാ പേഷ്യന്റ് ഇല്ല, പേഷ്യന്റ് ഇല്ല, പേഷ്യന്റ് ഇല്ല. ചിലവര് പറഞ്ഞ മാതിരി കണ്ട ഈ ആംബുലൻസ് കാണുമ്പോഴേക്കും ഭയങ്കര സഹകരണ. വണ്ടിയിൽ വരാൻ പറയും അതേപോലെയൊക്കെ. പക്ഷെ ചില ആൾക്കാര് കണ്ടാ പോലെ വഴി മാറി തരില്ല. അങ്ങനത്തെ കുറെ തെണ്ടികളുണ്ട്. അങ്ങനെ വിശേഷിപ്പിക്കവരെ. കാരണം കണ്ടാലല്ല, നമ്മള് ഫോണടിച്ച് സൈറട്ട് നമ്മൾ എന്തോരം കാറ്റാണ് ചിലർ മാറ്റി തരില്ല. ചിലർക്ക് അഹങ്കാരം അങ്ങനെ പറയണം. ചിലർക്ക് പച്ച അഹങ്കാരം, വണ്ടി മാറ്റി തരില്ല. നമുക്ക് ദേഷ്യം വിളിക്കുന്ന സമയത്ത്. പക്ഷെ ചിലവര് പറഞ്ഞ മാതിരി തെറ്റാ. കണ്ടാ ഇപ്പോട്ടാ നമ്മള് വണ്ടി കണ്ട് കാല് വണ്ടി ബാറിലേക്ക് വിട്ടിട്ടില്ല, ഫോൺ അടിച്ചിട്ടില്ല, ഒന്നുമില്ല. കണ്ടാ അതിലെ ബസ് യാത്രക്കാരും എല്ലാവരും വരട്ടെ വരണ്ട് നമ്മളെ വഴി പിടിക്കുന്നു. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അത് നമുക്ക് കാല് വണ്ടി പോകുമ്പോൾ നമുക്ക് തിരക്കൊന്നുമില്ല. പക്ഷെ ദയവ് ചെയ്ത് നമ്മളെ കേസ് എടുക്കാൻ പോകുമ്പോഴും നമ്മളെ എമർജൻസി കേസുകളൊക്കെ പോകുമ്പോഴും നമ്മളൊക്കെ സഹകരിക്കണം. കാരണം ഒരു റോട്ടില് ഇപ്പൊ ഇത്രയും വണ്ടികൾ നോക്കി ഒരു റോട്ടില് ഏറിപ്പോയ എത്ര ആംബുലൻസ് പോകും. ഈ റൂട്ടിൽ കൂടെ ഏറിപ്പോയ 1 or 2 ഞാൻ വേണ്ട ഒരു 5 ആംബുലൻസ് കിട്ടിക്കോ, അത്രല്ലേ പോകും. അത് ഒരുമിച്ച് പോവില്ല. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് സ്ഥലം ഒഴുക്കി തന്നൂടെ. കാരണം ഒരുപാട് വണ്ടികൾ പോലെ ബസ് പോണ പോലെ മിനിറ്റിന് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പോണ പോലെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കാറോ അല്ലെങ്കിൽ ടാക്സിയോ അങ്ങനെ പോണ പോലെ ആംബുലൻസ് പോകണില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങള് നമ്മളെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞങ്ങൾക്ക് പറയുന്നവർക്ക് ഭയങ്കര സുഖമാണ്, ആംബുലൻസ് ആണ്, വഴി മാറി തരും, അതാണ് ഇതാണ് നോക്കിയ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര റിസ്ക് ആണ്. പിന്നെ നമ്മളെ വണ്ടി നിങ്ങൾക്ക് അറിയാം, നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുനടക്കുന്ന വണ്ടിയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മള് ആംബുലൻസ് ആയിട്ടില്ല സത്യം പറഞ്ഞത് കൊണ്ടുനടക്കണത് നിങ്ങൾക്കറിയാം. കാരണം നമ്മളൊരു സ്വന്തം എന്താ പറയാ, നമ്മളൊരു പ്രൈവറ്റ് വണ്ടി, അതായത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നത് നമ്മൾ സ്വന്തം കാറ് അല്ലെങ്കിൽ എന്താ നമ്മൾ സ്വന്തം ഇഷ്ടപ്പെട്ട് കൊണ്ടുനടക്കുന്ന വണ്ടി കൊണ്ടുനടക്കുന്ന പോലെയാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ വണ്ടി നമ്മൾ ഇത്രയും തിരക്കിനിടെ പോകുമ്പോൾ തട്ടലും മുട്ടലും എന്തിനൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിഷമാണ് ഇതൊക്കെ വന്നാലും. അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള്. അപ്പോ ആംബുലൻസ് ഒക്കെ വരുമ്പോ എല്ലാവരും സഹകരിക്കുക. അതിനുള്ളിൽ ചിലപ്പോ ഒരു ജീവനാവാം, പല കേസുണ്ടാവും. ഇതേപോലെ തന്നെ സൈറായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും, പക്ഷെ നമ്മൾ മെല്ലെ പോകുന്നതായിരിക്കും. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നത്, ആംബുലൻസ് എപ്പോഴും സ്പീഡിൽ പോവുക എന്നുള്ളതല്ല ആംബുലൻസോട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പേഷ്യന്റ് പല കേസുകളായിരിക്കും, പല സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പൊ നേരത്തെ കൊണ്ട കേസ് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. അപ്പൊ തല വല്ലാണ്ട് ഇളക്കാൻ പാടില്ല, അല്ലെങ്കിൽ തണ്ടലിന്റെ പ്രശ്നങ്ങളാണ്, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളത് ചിലപ്പോ പോവാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ സ്പീഡ് പോകും. പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പൊ കട്ടർ കാര്യങ്ങളൊക്കെ സമയങ്ങളിൽ നമ്മളെ ഫോളോവേഴ്സ് നോക്കുന്നുണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ നമ്മള് അത്ര ശ്രദ്ധിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കുന്നത് ഇതെന്ത് ഈ സൈറൊക്കെ ഇട്ടിങ്ങനെ മെല്ലെ പോകണം. അപ്പൊ ബാക്കിലൊക്കെ ഉള്ള വണ്ടി ബ്ലോക്ക് ആവും, കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇതൊരു എമർജൻസി വെഹിക്കിൾ ആണ്. പല സിറ്റുവേഷനിലും പല ആൾക്കാരെയും കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അത് ഓരോ പേഷ്യന്റിനും നമ്മൾ അറിഞ്ഞു വേണം കൊണ്ടുപോകാൻ. അപ്പൊ നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത്രയുള്ള കാര്യങ്ങള് അത് പറയണം തോന്നി പറഞ്ഞു. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും അറിയില്ല ഇതിനെ പറ്റിയിട്ട്. അറിയണവരുണ്ടില്ല എന്നല്ല പറയുന്നത്, അറിയണവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ചിലവര് അറിഞ്ഞാലും അറിയാത്തവരെ നടിച്ചിട്ട് പോകുന്നവരുണ്ട്, അങ്ങനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് വണ്ടി മാറ്റി തരാത്തത്. വണ്ടി മാറ്റി തരാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്.
അപ്പോൾ നമ്മളങ്ങനെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവേകുണ്ട്, ഹരിയുണ്ട്, വടക്കുന്നാഥൻ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൂടുതലും ജവാൻ എന്നാണ്, പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ. കുമാർജി നിൽക്കുന്നുണ്ട്. ഹായ് കുമാർജി, എന്താ വിശേഷം? സുഖല്ലേ? കുമാർജി ഇങ്ങനെ തിളങ്ങി നിൽക്കുക സുന്ദരനായിട്ട്. കുമാർജി ഭക്ഷണം എടുക്ക്. ഈ കുമാർ നമ്മളെ ഒരു ഫോളോവറാണ്, നമ്മളെ വീഡിയോസ് അങ്ങനെ ഇഷ്ടമാണ് വരാറ്. കുമാറിന്റെ വീട് എവിടെ വീട്? തിരുവല്ലാമലൈ, തമിഴ്നാട്. എവിടെ വീട്? തമിഴ്നാട്. കുമാർജി എന്റെ വീഡിയോസ് കാണാറില്ലേ? അയ്യ അതാണ് സ്നേഹം. രണ്ട് പറഞ്ഞു സ്നേഹം. നമ്മൾ ഫുഡ് കഴിച്ച് വരണോണ്ടേക്ക് കാണിച്ചേ പഴംപൊരി കാണിക്കടാ. ആ എനിക്ക് പഴംപൊരി ഇഷ്ടമല്ല, ഞാൻ പിന്നെ എണ്ണ പലഹാരങ്ങൾ കുറവാണ് കഴിക്കുക, അതുകൊണ്ട് എല്ലാം കഴിക്കാറില്ല. ഞാൻ ഭക്ഷണം കഴിച്ചല്ലേ. വൈകുന്നേരം സാധാരണ നമ്മൾ പഴംപൊരി കഴിക്കാം. ഇവരൊക്കെ ചോറിനപ്പം തന്നെ കുറച്ച് സ്പേസ് ബാക്കിയിട്ടുണ്ട്. അപ്പോൾ മധുരം കഴിക്കണം. ഞാൻ മധുരത്തിന് മുട്ടായി കഴിക്കാം. വരുന്ന കഴിക്കാൻ നമ്മളൊരു കാഴ്ച കണ്ടത് നോക്ക് ഗൈസ്. ജീവിക്കാൻ വേണ്ടി പടാപ്പട പെടുന്ന ഒരു മനുഷ്യൻ കണ്ട പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുക. കൊടയത്തിരുന്നിട്ട് വെയിൽ മഴയത്ത്. നമ്മുടെ സുഹൃത്താണ്. പേര് പറയൂ. എനിക്കറിയാം, പക്ഷെ നിങ്ങൾ പറയണം, വീഡിയോയിൽ പറയണം. പേര് പറയും. ബേക്കിലാരെ പേര് പറയും. എങ്ങനെ വേണം പറയാം. പറയും. പേര്. നമുക്ക് വിത്തുകൾ പരിചയപ്പെടാം. ഇതെന്തിട്ടൊക്കെ ചെടിയാ? ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മുളയ്ക്കോ? എല്ലാം കുത്തിയാ മുളയ്ക്കും. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുത്തിയാ മുളയ്ക്കും. ഉറപ്പാണോ? അപ്പൊ പേടിക്കാ. ആദായ വിൽപ്പന ഏതെടുത്താലും എത്രയാ? എത്രയാ? 20 rupees. ഓൺലി 20 rupees. One cut 20 rupees. One piece 20 rupees only. Okay. രണ്ടെണ്ണം എടുത്താൽ ഇല്ല. ഡിസ്കൗണ്ട് ആയാ? അല്ല എന്നിട്ട് പറയാ വന്നേ. അല്ല രണ്ടെണ്ണം എടുത്ത് എത്ര പോ? ഡിസ്കൗണ്ട് തീരില്ല. ഒന്നുമില്ല. അഞ്ചെണ്ണം എടുത്താൽ 100 rupees. 100 rupees. ഭയങ്കര ഡിസ്കൗണ്ട് ആയിട്ട്. ഭക്ഷണം കഴിച്ചാ? എന്താ കഴിച്ചേ? ചോറ്. അതിന് മുന്നേ അടിച്ചാ? അതൊരു 1:30. എത്ര മണിക്ക്? 1 മണി. 1 മണിക്ക് 1:30 അടിച്ചു. ഇനി അടുത്ത 1:30 എപ്പഴാ? 5 o'clock. ഓ മൈ ഗാഡ്, ഭയങ്കര ആള്. വിഷയാണ് ഗൈസ്. അപ്പൊ ഓക്കെ ബൈ. തുടരും. ഓക്കെ. ഉണർത്തണം 1:30 അടിച്ചിട്ട് അല്ലേ? ഞാനെന്തായാലും വിചാരിച്ചിരിക്കണ മഴയത്ത് എങ്ങനെയും നനഞ്ഞിരിക്കുന്നത്. 1:30 പവറിലിരിക്കണല്ലേ? നന്നായിട്ട് കച്ചവടമൊക്കെ ഗെയിമാവട്ടപ്പോ. നല്ല മഴയില്ല, കുഴപ്പമില്ലാത്ത മഴ. നമ്മളെ ലൈഫ് കെയർ ആംബുലൻസിന്റെ മെഡിക്കൽ കോളേജിൽ പ്രകാശേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രകാശേട്ടൻ പറയണത് നമ്മൾ വീഡിയോസ് ഒക്കെ നന്നാവുന്നുണ്ടെന്നാണ്. അല്ല പ്രകാശേട്ടാ, അഭിപ്രായം എല്ലാവിന്റെ അത് പ്രകാശന്റെ വണ്ടി ലൈഫ് കെയർ കാണല്ലേ. ചാടിച്ചോ? ഭക്ഷണം കഴിച്ചാ? അപ്പൊ അങ്ങനെ കഴിച്ച് നമ്മളെ ഓഫീസിൽ വെയിൽ എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ്. നമ്മുടെ ഓഫീസ് പറയുമ്പോൾ ഇതാണ്.
ഇതിൻ്റെ SNDP ബിൽഡിംഗ് ആണ്. ഇതിൽ ഇവിടെ നമ്മൾ വണ്ടി ഇടും. അവിടെ ആയിട്ട് നമ്മുടെ ഇതാണ്, ഈ ഷട്ടറാണ് നമ്മുടെ റൂം. അതിൻ്റെ അടിയിൽ നമ്മൾ ഫ്രീസർ കാര്യങ്ങളൊക്കെ വയ്ക്കും. പിന്നെ മുകളിൽ നമ്മൾ കിടക്കും. അതിൻ്റെ മുകളിൽ ആ ജനൽ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരാം. ഇപ്പോൾ സമയമില്ല. ഇപ്പം നമുക്ക് മഴയൊക്കെ ആയിട്ട് നല്ലൊരു ചായ കുടിച്ചു തരാം. ആക്കിയത് ചായ കുടിക്കില്ലേ? മുതലാളിയുടെ കൂട്ടുകാരനാണ്. ആക്കി ചായ കുടിക്കല്ലേ? ചായ കുടിക്കല്ലേ? അതെ, കുടിക്കി. മഴയൊക്കെ ചായ കുടിക്കി. നാണിക്കല്ലേ? വാ.